അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ നേരെ ഇപ്പോൾ പതിയാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആർക്കും മോൾക്ക് സ്കൂളിലും പോകേണ്ട, ചേട്ടനാണെങ്കിൽ പതിയെ പോയാൽ മതി. അപ്പോൾ പിന്നെ അധികം നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പതിയാണ് എഴുന്നേറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പയുണ്ടായിരുന്നു. കപ്പ പുഴുങ്ങി രാവിലെ ചായക്ക് കപ്പയാണ് കഴിച്ചത്. അപ്പോൾ കപ്പയും ചായയൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. എപ്പോഴും ചോറൊക്കെയാണ് വയ്ക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാനോർത്ത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. എന്ന് വെച്ചാൽ വലിയ ബിരിയാണി ഒന്നുമല്ല, നമുക്ക് സാധാരണ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെരുവത്തിലാണ് വയ്ക്കണത്. പക്ഷേ അത് ചെരുവത്തിൽ വയ്ക്കണ അത്ര നല്ല ഇച്ചിരി റിസ്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെരുവത്തിൽ വെച്ചത്. എന്ന് വെച്ചാൽ ചോറ് കലത്തിൽ ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ടുള്ള മടി കൊണ്ട് ഞാനപ്പോൾ ചെരുവത്തിൽ വയ്ക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ആവശ്യത്തിന് നമ്മളിപ്പോൾ മോൾക്ക് ഞാൻ സ്കൂളിലും ഇടയ്ക്ക് ഇതാണ് കൊടുത്തുവിടുന്നത്, ഈ ബിരിയാണി കൊടുത്തുവിടും. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് വലിയ സംഭവം എന്ന് വെച്ചാൽ അവൾക്ക് പച്ചക്കറി പൊതുവേ കഴിക്കാൻ മടിയായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറേ സവാള എന്തായാലും നന്നായി വഴറ്റിയെടുക്കും. അപ്പോൾ സവാള എത്രത്തോളം ഇതിലേക്ക് ചേർക്കാമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അധികം വേറെ ഒന്നും ഇടില്ല, ക്യാരറ്റും സവാളയും പിന്നെ മുന്തിരിങ്ങ പക്ഷേ അവൾക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ അതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇടാറുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ ഇതിലേക്ക് നന്നായി കഴുകിയിട്ട് അത് നേരം കുതിർത്ത് വയ്ക്കുകയൊന്നുമില്ല. അപ്പം തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ പട്ടയും ഗ്രാമ്പൊന്നും ഇടാറൊന്നുമില്ല. ചുമ്മാ ഇതങ്ങ് അരി അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഇടും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇച്ചിരി സൺഫ്ലവർ ഓയിലും പിന്നെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഈ ചോറ് വെന്ത് കൊഴിഞ്ഞു പോയാൽ അതിനത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവില്ല. വെന്ത് കൊഴിഞ്ഞു പോയാൽ പിന്നെ നമുക്കിത് കഴിക്കാൻ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് പതിയെ അത് തിളയ്ക്കണവരെ ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അരിയൊക്കെ കഴുകി ഇങ്ങനെ ഓരോ വിശേഷങ്ങളും മോളാണ്ട് വീഡിയോ എടുക്കണത്. അപ്പോൾ അവളോടത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ ഇപ്പോൾ ചോറിന് എന്ത് കറി കൊടുത്തോളുമ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ അവളോടേക്ക് എന്ത് ഉണ്ടാക്കണം, ഇപ്പോൾ അവളൊരു ഇത് ഉണ്ടാക്കി തന്നാൽ മതി, ബിരിയാണിയൊക്കെ ഈ റൈസ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്കും പണി എളുപ്പവും. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാണ് ചോറിനേക്കാളും കൂടുതൽ ഈ ചോറ് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വേഗം ചിലവായിക്കോളും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ കറികളൊന്നും ആഡ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നും നോൺ വെജ് ഒന്നും വയ്ക്കണില്ല, ഈ സാലഡ് മാത്രമേ ഇതിൽ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലും വേണ്ട, നമുക്കല്ലാതെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ. എത്ര നമ്മൾ കഴിക്കുന്നത് പോലും നമ്മളറിയില്ല, അതിന് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കിത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ നോൺ വെജോ അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമേ ഉണ്ടാവില്ല. പണ്ടൊക്കെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അമ്മയൊക്കെ എന്നെ അടുക്കളയിൽ കയറ്റാൻ ഭയങ്കര മടിയായിരുന്നു. വെച്ചാൽ ഞാനൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും കൊളായി പോകുന്നു പറഞ്ഞുകൊണ്ട് എന്നെയൊക്കെ അടുക്കള വശത്തേ അടുപ്പിക്കില്ല. നിനക്കുള്ള പണി വേറെ എന്തെങ്കിലും ചെയ്തോളാൻ പറയും, അടുക്കള വശത്തേക്ക് കയറ്റും കൂടി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ സവാള നന്നായിട്ട് ഇട്ട് ഇതിലേക്ക്, പക്ഷേ അരിഞ്ഞു നോക്കിയിട്ട് ശരിയായില്ല, നൈസായിട്ട് അരിഞ്ഞു നോക്കിയതാണ്, പക്ഷേ അങ്ങോട്ട് ശരിയാവേണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ എൻ്റെ രീതിയിലൊക്കെ അരിഞ്ഞെടുത്ത് സവാളയൊക്കെ. ഇപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അടുക്കള പണിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായത്. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ടേസ്റ്റിനും പാകത്തിനൊക്കെ അത് രുചിച്ച് വായിലോട്ടൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് നോക്കി നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ പഠിച്ചാൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ആ പാകത്തിനും കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് അതിൻ്റേതായ ഒരു കൂട്ടം അതിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉപ്പ് കൂടിപ്പോയാൽ തീർന്ന് ഇവിടെ പിന്നെ ഉപ്പിൻ്റെ ഉപ്പ് കൂടുതലായി പിന്നെ അത് മതി. അപ്പോൾ എന്നോട് ആദ്യം ചേട്ടൻ പറയും ആദ്യം ഉപ്പിടണ്ട, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി എന്ന് പറയും. പക്ഷേ ഞാൻ ഒരുപാട് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ കറി തന്നെ നമുക്ക് കൊള്ളില്ലാതെയാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ ഉപ്പ് ഇടാറില്ല കറിയിൽ. അപ്പോൾ ആവശ്യത്തിന് ഒരു ഇത്തിരി ഇടും, പിന്നെ വേണമെങ്കിൽ നമുക്ക് പോരായ്മ വേണ്ടി ഇട്ടാൽ മതിയല്ലോ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിർത്തിയ കുക്കിങ്ങിൻ്റെ കാര്യം, പണ്ടൊക്കെ അമ്മയും തന്നെ അടുക്കളയിലേക്ക് ഒന്ന് അടുപ്പിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ നീയൊന്നും വെച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വശത്തേക്ക് കയറ്റില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ, പിന്നെ നമുക്കവിടെ ആരും ഒന്നും പറയില്ല. എങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേട്ടൻ ഓക്കെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടനും മോളും ഓക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. അവർക്ക് വേണ്ടിയുള്ള നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വായിൽ രുചികൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഒരു ഇത്തിരി ചമ്മന്തി ആയാലോ അല്ലെങ്കിൽ ഉള്ളി മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് അത് മതി കഴിക്കാനായിട്ട്. അവരും കൂടി കഴിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ സവാള നന്നായി ഉടച്ചെടുക്കാണ്ട്, അപ്പോൾ ഇച്ചിരി കൂടി നല്ല നൈസായിട്ടിരിക്കും, അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പോയി ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണത്. അപ്പോൾ പിന്നെന്താണ്, നമ്മുടെ ചട്ടി വെച്ചു. അപ്പോൾ അതിലേക്ക് ഉരുളിയാണ് ഞാൻ എടുത്തത്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ മുന്തിരിങ്ങ ഇട്ടും അതിലേക്ക് സവാളയൊക്കെ ഇട്ട് അങ്ങോട്ട് നല്ലോണം ഒരു മുരമുരാന്നിരിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് നല്ലതായിരിക്കും. എന്നിട്ട് ഞാൻ അത് വറുത്ത് ഊരിയെടുത്ത് പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് അതങ്ങോട്ട് മൂപ്പിച്ചെടുത്ത്. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇനിയും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇത്തിരി ചോറിട്ട് നമ്മുടെ വെന്ത് വെച്ച ചോറുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ടിട്ടാണ് ഈ ലാസ്റ്റാണ് ഞാൻ ഉള്ളി ഇതിലേക്ക് ഇടുന്നത്.
കണ്ട ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് നമ്മുടെ പണി തീരും. കണ്ട ചോറ് പക്ഷേ വെന്ത് കൊഴിഞ്ഞു പോയാൽ നമ്മുടെ ഈ റൈസ് വെന്ത് കൊഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ നന്നായി കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് ഉപ്പ് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കും. പിന്നെ നമ്മുടെ വറുത്തോരി വെച്ച് ലാസ്റ്റ് നമ്മുടെ സവാള എന്തോരം കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ സവാള എന്തോരം ഇട്ടാലും പക്ഷേ അധികം സവാള ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടോളൂ. അപ്പോൾ പിന്നെ ക്യാരറ്റ് ഇവിടെ കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് എന്നാലും ഞാനിട്ട് കൂടുതൽ അങ്ങനെയെങ്കിലും ക്യാരറ്റ് ഉള്ളിലോട്ട് ചെല്ലട്ടേന്ന് ഓർത്തുകൊണ്ട് പിന്നെ ക്യാരറ്റ് ഇട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ബിരിയാണി തയ്യാറായി. അത്രയേ ഉള്ളൂ പണി, വലിയ സംഭവമൊന്നുമില്ല. വേവ് നമ്മൾ അരിയുടെ വേവ് നന്നായി കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ചോറ് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്. ഒരു ദിവസം ഞാൻ ഇത് വെച്ചപ്പോൾ കുഴഞ്ഞു പോയി, അപ്പോൾ പിന്നെ ഇവിടെ ആർക്കും വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് അതിൻ്റെ അടുത്ത് നിന്നാൽ മാത്രമാണ്, അത് കറക്റ്റായിട്ട് വേവ് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെ ചോറ് ഊറ്റിയെടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അതവിടെ റെഡിയായി. അപ്പോൾ പിന്നെ മോൾക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ മോള് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് ഇത്തിരി സാലഡും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അവളെങ്ങനെ നോക്കി, അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അവൾക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ വേറെ ഇതും ചോറ് കഴിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത്. സ്കൂളിൽ ഇപ്പോൾ ഞാനിപ്പോൾ എണീക്കാൻ വൈകിയാൽ പോലും ഞാൻ ഇത് വെച്ച് അവൾക്ക് കൊടുക്കും. അപ്പോൾ അത് എന്തോരം വേണമെങ്കിലും കഴിക്കാൻ അവൾക്ക് മടിയൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.